الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ മരണമില്ലാത്ത, വേദനകളില്ലാത്ത, അനശ്വരമായ അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ പുതിയ കാലം അധാർമികതകളിലേക്ക് മനുഷ്യൻ വഴുതി പോകുന്ന ഒരു കാലം. നമ്മുടെ ദൃശ്യ ശ്രാവ്യ മീഡിയകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതൊരു മലയാളിയെയും നാണിപ്പിക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒരുപാട് വാർത്തകളാണ് നമുക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ മനുഷ്യർക്ക് യാതൊരു നന്മയുമില്ല എന്ന് മതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത്തരം സിനിമകളുമായി അതിൻ്റെ പ്രചാരകരുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരു സ്ത്രീ കഴിയുന്ന റൂമിൻ്റെ ഉള്ളിലേക്ക് പോയി വാതിൽക്കൽ മുട്ടിയിട്ട് സ്വന്തം മകളുടെ പ്രായം മാത്രമുള്ള ആ പെൺകുട്ടിയോട് തെറ്റായ രൂപത്തിൽ വ്യഭിചാരഹീന കൃത്യങ്ങളിലേക്ക് മനുഷ്യൻ എടുത്തു ചാടുന്ന ഒരു കാലഘട്ടം. ഏതൊരു മനുഷ്യരും അവനവൻ്റെ വിചാരങ്ങളെ ഒതുക്കി നിർത്താൻ കഴിയാതെ പെണ്ണിനും സമ്പത്തിനും പണത്തിനും വേണ്ടി മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഇക്കഴിഞ്ഞുപോയ ഒരാഴ്ചക്ക് മുമ്പ് കോട്ടയം ജില്ലയിൽ BSNL എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം റിട്ടയർമെൻ്റായി അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ക്യാഷും പെൻഷനായി റിട്ടയർമെൻ്റ് ആയപ്പോൾ കിട്ടിയ വലിയ ഒരു ജീവിത നിധിയുമെല്ലാം ഒരു സ്വകാര്യ ബാങ്കിൽ വലിയ പലിശ കിട്ടണം, അതിനുവേണ്ടി നമുക്കൊക്കെ അറിയാവുന്ന കേരളത്തിലെ ഒരു സ്വകാര്യ ബാങ്കിൽ കൊണ്ടുപോയി അദ്ദേഹം ക്യാഷ്
ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്ക് നിക്ഷേപിക്കുകയാണ്. ആ സമയത്ത് അതിൻ്റെ നോമിനി അദ്ദേഹം എഴുതുന്നില്ല. ഇത് എനിക്ക് മാത്രമുള്ളതാണ്, ഇതെനിക്കോ എൻ്റെ മക്കൾക്കോ കുടുംബത്തിനോ അല്ല, ഇതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നുള്ള രൂപത്തിൽ ആ സഹോദരൻ അതിൻ്റെ നോമിനി പോലും എഴുതിയിട്ടില്ല. 19 ലക്ഷത്തോളം രൂപ ബാങ്കിൽ വന്നു. ബാങ്കിന്റെ മാനേജരായ ഒരു സഹോദരിക്ക് മനസ്സിലായി, ഈ സഹോദരൻ മരണപ്പെട്ടു പോയാൽ ഇത് ബാങ്കിനാണ് ഈ ധനം വരുന്നത്, നോമിനിയില്ല. മരിക്കാൻ വേണ്ടിയിട്ട് മരിക്കുന്ന കാലത്തോളം കാത്തിരുന്നില്ല. 19 ലക്ഷം രൂപ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുന്ന ആ സഹോദരനും ഒരു സൈക്കിളിലാണ് അദ്ദേഹം യാത്ര ചെയ്തു പോകുന്നത്. ഈ യാത്രക്കിടയിൽ ഒരു കാറ് ആ മനുഷ്യനെ ഇടിച്ചൊരു വലിയൊരു ഓടയിലേക്ക് എറിഞ്ഞു. ആ മനുഷ്യൻ അവിടെ മരണപ്പെട്ടു. ആ സഹോദരന്റെ ശവസംസ്കാരമെല്ലാം കഴിഞ്ഞ് മകൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. എൻ്റെ അച്ഛൻ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ വലിയൊരു തുകയുണ്ടല്ലോ, ആ തുക എവിടെയാണ്? വീടൊക്കെ പരിശോധിച്ചപ്പോഴാണ് ബാങ്കിൽ ഇത്ര ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലായത്. പോലീസിൽ അത് കംപ്ലൈന്റ് ആയി അവസാനം ഇതൊരു കൊലപാതകമാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഒരു ബാങ്ക് മാനേജർക്ക് മാന്യമായ ക്യാഷ് ശമ്പളമായി കിട്ടുന്നുണ്ട്, പക്ഷേ ആ ധനം എനിക്ക് പോരാ, ലക്ഷങ്ങൾ അവിഹിതമായി എനിക്ക് നേടിയെടുക്കണം എന്ന വല്ലാത്ത ത്വരയും ആഗ്രഹവുമാണ് ഈ പുതിയ കാലത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവിഹിത ബന്ധത്തിലേക്കും അവിഹിത സമ്പാദ്യങ്ങളിലേക്കും വഴുതി പോകുന്ന ഒരു കാലഘട്ടമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു പ്രവാചക വചനം, തുർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം, യഅതി അലന്നാസ്, മനുഷ്യരുടെ മേൽ ഒരു കാലഘട്ടം വരും. യഅതി അലന്നാസി സമാനുൻ, മനുഷ്യരുടെ മേൽ ഒരു കാലഘട്ടം വരും. അസ്സാബിറു ഫീഹിം അലാ ദീനിഹി, ആ കാലഘട്ടത്തിൽ അവന്റെ മതത്തിൽ, അവന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം കൽ ഖാബിദി അലൽ ജംറ, കൈക്കനലിൽ തീ പിടിച്ചിരിക്കുന്ന, കയ്യിൽ തീ പിടിച്ചിരിക്കുന്ന, തീ വെച്ച് ചുരുട്ടിയിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. ഏത് രൂപത്തിലും അധാർമികതകളിലേക്ക്, പൈശാചികതകളിലേക്ക്, തെറ്റായ ധനസമ്പാദനങ്ങളിലേക്ക് വഴുതി പോകുന്ന പ്രകൃതത്തിലാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം. നമ്മളൊക്കെ വെള്ളിയാഴ്ച ജുമുഅ ദിവസം ഇവിടെ ഒരുമിച്ച് കൂടിയത് ഏതെങ്കിലും നിയമപാലകർ നിർബന്ധമായും ഇവിടെ ഒരുമിച്ച് കൂടണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ല. അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ നാം ഒരുമിച്ച് കൂടിയത് പടച്ച റബ്ബ് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഓ മുഅ്മിനുകളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസം നിങ്ങളെ അല്ലാഹു വിളിക്കപ്പെട്ടാൽ, ഒരാഴ്ചയിൽ 6 ദിവസവും ഇതുപോലെ ഒരു ജുമുഅ ഖുതുബയില്ല. ആഴ്ചയിൽ ഒരു ദിവസം യൗമുൽ ജുമുഅയിൽ അല്ലാഹു നിങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ, എന്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്? ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിലേക്ക്, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ദിക്റിലേക്ക്, ദൈവബോധത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ, എന്തിനാണ്? ഫസ്അഉ, നിങ്ങൾ ധൃതിയാകണം, ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക്. ഈ ഓർമ്മ കൊണ്ടിട്ടാണ് വീടിൻ്റെ റൂമിൻ്റെ 4 ഭാഗത്തുമുള്ള ജനാലകൾ അടക്കപ്പെട്ടിട്ടും നൂറ്റാണ്ടുകൾക്കപ്പുറം ഒരു സഹോദരി
ഒരു സഹോദരിയും സഹോദരനും വ്യഭിചാരത്തിനു വേണ്ടി തയ്യാറാകുമ്പോ പടച്ചവനെ പേടിക്കുന്ന ആ സഹോദരി പറഞ്ഞു, യാ അഖീ ഇത്തഖില്ലാ, സഹോദരാ നീ അല്ലാഹുവിനെ സൂക്ഷിക്ക്. ഈ ജനാലയുടെ കവാടങ്ങളെല്ലാം അടക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആരും ഇത് കാണുന്നില്ലെങ്കിലും അലം യഅലം ബി അന്നല്ലാഹ യറാ, പടച്ച റബ്ബ് ഇത് കാണുന്നുണ്ടെന്ന് ആ സഹോദരി പറഞ്ഞപ്പോ വ്യഭിചാരത്തിൽ നിന്ന് ആ സഹോദരൻ മാറിയത് അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. ആ ഒരു ബോധം, ആ ഒരു ഫിക്റും ആ ഒരു ദിക്റും ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച വരെ വ്യഭിചാരത്തിൽ നിന്ന്, വ്യഭിചാര ചിന്താഗതികളിൽ നിന്ന്, അതുപോലെ തന്നെ അവിഹിത സമ്പാദ്യങ്ങളിൽ നിന്ന്, തെറ്റായ ധനമാർഗങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ എല്ലാ പൈശാചികതകളിൽ നിന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വെള്ളിയാഴ്ച ദിവസം പടച്ച റബ്ബ് നിങ്ങളെ ക്ഷണിച്ചാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക്, നാഥനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് നിങ്ങൾ ധൃതിയാകണം. വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവടം മാറ്റിവെക്കണം, നിങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ മാറ്റിവെക്കണം. ഓട്ടോറിക്ഷയുമായി ആറ്റിങ്ങൽ ടൗണിലേക്ക് പോയ ഒരു സഹോദരൻ, രാവിലെ വലിയ ഓട്ടമൊന്നും വന്നിട്ടില്ല. ജുമായുടെ സമയമായപ്പോ ആ സഹോദരനിലേക്ക് ഗോകുലം മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോയിട്ട് എനിക്ക് തിരിച്ചു വരണം, ഞാൻ ഇത്ര രൂപ തരാമെന്ന് പറയുമ്പോഴും ആ രൂപയേക്കാൾ എനിക്ക് മൂല്യമുള്ളതാണ് വെള്ളിയാഴ്ചയുള്ള 25-30 മിനിറ്റുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. കാരണം എൻ്റെ റബ്ബാണ് ഈ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് ക്ഷണിച്ചത്. ഒരു കച്ചവടക്കാരൻ അവന്റെ സ്ഥാപനം തുറന്നു. ജുമാ സമയമായപ്പോ കസ്റ്റമർ അയാളുടെ ഷോപ്പിൽ നിറയുകയാണ്. അടുത്ത വെള്ളിയാഴ്ചക്ക് ജുമയ്ക്ക് പോകാം എന്ന് ചിന്തിക്കുന്നില്ല. തൻ്റെ സ്റ്റാഫിനെ ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക്, ഭവനത്തിലേക്ക് വെപ്രാളപ്പെട്ടു വരുന്നത്, ഇതെല്ലാം ഉപേക്ഷിച്ചു പോകേണ്ട ഒരു ലോകം എനിക്ക് വരുന്നുണ്ട്. ആ ഒരു ബോധം, ഫസ്ഔ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് നിങ്ങൾ ധൃതിയാകണം. വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവടവും നിങ്ങളുടെ ഉപജീവന മാർഗവും മാറ്റിവെക്കണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, നിങ്ങൾ തിരിച്ചറിവുള്ളവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. പ്രിയമുള്ളവരെ, ആ തിരിച്ചറിവാണ്. സമൂഹം പല രൂപത്തിലേക്കും ജീവിച്ചിട്ടും ഞാനൊരു മുഅ്മിനാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ്. ഈ ലോകത്ത് ബഹുഭൂരിപക്ഷം മനുഷ്യര് ജീവിക്കുന്നത് പോലെയല്ല ഞാൻ ജീവിക്കേണ്ടത്. ഞാൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ അള്ളാഹു എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വീട് വെക്കുന്ന സമയത്ത് 10-15 ലക്ഷം രൂപ അയാളുടെ കൈവശമുള്ളൂ. മക്കളും കുടുംബാംഗങ്ങളും പറഞ്ഞു, ഉപ്പ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്താൽ കുറച്ചുകൂടി നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കുമുള്ള ഒരു വീട് പോലെ, ഒരു എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീട് നമുക്ക് നിർമ്മിക്കാം. അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള ആ പിതാവ് തൻ്റെ മക്കൾക്കും കുടുംബത്തിനോടും പറഞ്ഞു കൊടുത്തു, മക്കളെ അത് ഹറാമാണ്. അത്തരം ഹറാമുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും. ഇത്രയും രൂപ ഞാൻ തിരിച്ച് കാശടക്കേണ്ടവനാണ്, ഇത്തരം ബാധ്യതകൾ എന്നിലുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് പടച്ച റബ്ബ് ഇത് നിഷിദ്ധമാക്കിയതാണ്, അങ്ങോട്ടേക്ക് ചിന്തിക്കാൻ പാടില്ല എന്നാ പിതാവ് പറഞ്ഞു കൊടുക്കുന്നത് പരലോകത്തെ കുറിച്ചുള്ള ബോധമാണ്. അതുപോലെ പ്രവാസിയായ ഒരു സഹോദരൻ വീട്ടിൽ തൻ്റെ പിതാവ് രോഗിയായി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. തിരിച്ചു പോകേണ്ടതാണ്. 1.5-2 ലക്ഷം രൂപ സാലറി ഉണ്ട്. പക്ഷേ തൻ്റെ പിതാവ് ക്യാൻസറായി രോഗം വന്നിട്ട് മാനസികവും ശാരീരികവുമായ ആ ഉപ്പ തകർന്നു. ആ വീട്ടിൽ രോഗിയായി കിടക്കുമ്പോൾ ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ പിതാവിനെ ഞാൻ ഉപേക്ഷിച്ച് ഞാൻ പ്രവാസ ലോകത്തേക്ക് പോയി ലക്ഷങ്ങൾ സമ്പാദിച്ചാൽ എനിക്ക് ധനം സമ്പാദിക്കാം, പക്ഷേ എൻ്റെ റബ്ബിൻ്റെ അതൃപ്തി എന്നിലുണ്ടാകും. നാളെ പരലോകത്ത് ഞാൻ റബ്ബിൻ്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും. ഈ ഒരു ബോധമുണ്ടായത്
അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്, പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയാണ്. 3 പെൺമക്കളുള്ള ഒരു സഹോദരൻ വിവാഹാലോചനയുമായി ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ പെൺകുട്ടിയുടെ പിതാവ് മനസ്സിൽ വെപ്രാളപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ മകളെ ആ യുവാവിന് വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ഒരായുഷ്കാലം കൊണ്ട് സമ്പാദിച്ച എൻ്റെ സമ്പാദ്യം വാഹനങ്ങളിലൂടെയും സ്വർണത്തിലൂടെയും അതുപോലെ തന്നെ വസ്തുവകകളിലൂടെയും ആവശ്യപ്പെട്ടാൽ ഞാൻ അതൊക്കെ കൊടുക്കേണ്ടി വരും, ഞാൻ അതൊക്കെ അയാൾക്ക് എഴുതി കൊടുക്കേണ്ടി വരും. ഞാൻ താമസിക്കുന്ന ഈ വീട് പോലും ആ മകളുടെ പേരിൽ ഞാൻ കൊടുക്കേണ്ടി വരും. അവിടെ അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള ആ യുവാവ് പറയുന്നത്, ഉപ്പാ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ മകൾക്ക് ഞാൻ അങ്ങോട്ട് മഹർ തന്ന് ഉപ്പയിൽ നിന്ന് അങ്ങ് സമ്പാദിച്ച വീടും അങ്ങയുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് കൊണ്ടുള്ള വിലപിടിപ്പുള്ള കാറുകളും എനിക്ക് വേണ്ട. കാരണം ആ യുവാവ് ഭയപ്പെടുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്, പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച ദിവസം ഞാൻ നിങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് നിങ്ങൾ ധൃതിയാവുക എന്ന് പറഞ്ഞത്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ. കാരണം ഇത്തരം സാമ്പത്തികമായ നേട്ടങ്ങൾ വേണ്ട എന്നൊരു മുഅ്മിനൊരു വിശ്വാസി വേണ്ട എന്ന് വെക്കുന്നത് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? അയാൾക്ക് അറിയാം ഈ ലോക ജീവിതം താൽക്കാലികമാണ്. മരണാനന്തരം ഒരു ലോകമാണ്, അതാണ് യഥാർത്ഥ ലോകം. എന്നാൽ പ്രിയമുള്ളവരെ, ആ ലോകത്തെ കുറിച്ചുള്ള യഥാർത്ഥമായ ഒരു ബോധം നമുക്കുണ്ടാകണം, അതിനെക്കുറിച്ചുള്ള ഒരു യഖീൻ നമുക്കുണ്ടാകണം. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ആ ഉറപ്പായ അറിവ് മരണാനന്തരം അല്ലാഹു ഉണ്ട് എന്നും സ്വർഗമുണ്ട് എന്നും നരകമുണ്ട് എന്നും ഖബറിൽ രക്ഷാശിക്ഷകളുണ്ട് എന്നും മരണത്തോടുകൂടി മണ്ണിനോട് അലിഞ്ഞു ചേർന്ന് പോകുന്നതോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല എന്നും ആ തിരിച്ചറിവ് ആ മനുഷ്യനുണ്ടായിരുന്നുവെങ്കിൽ ഇപ്രകാരം ചെയ്യുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ജുമുഅ ദിവസം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ യഖീൻ പല രൂപത്തിലാണ്. നമ്മളുടെ പലരുടെയും പ്രഷർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പലരുടെയും പ്രഷർ പല അളവിലാണെന്നതുപോലെ ഓരോ മനുഷ്യരുടെയും ആ യഖീൻ പല രൂപത്തിലാണ്. ചിലർ ദൃഢമായി വിശ്വസിക്കുന്നവരാകും, ഹറാമുകളിൽ നിന്ന് മാറി തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി എവിടെയും അല്ലാഹു കാണുന്നുണ്ടോ എന്നുള്ളൊരു ഞെട്ടലും പേടിയോടും കൂടി ജീവിക്കുന്നവരുണ്ടാകും. ചിലർ ഇസ്ലാമിന്റെ രൂപങ്ങളും വേഷഭൂഷാദികളും ഒക്കെ അവർക്കുണ്ടാകും. പക്ഷേ വേഷങ്ങൾക്കപ്പുറം അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയോ ആ നാഥനെ കുറിച്ചുള്ള ഓർമ്മയോ അവർക്കുണ്ടാവുകയില്ല. വിശുദ്ധമായ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് മുഅ്മിനുകൾ എന്ന് പറയുന്നത്, വിശ്വാസികൾ എന്ന് പറയുന്നത് ഇവർ മാത്രമാണ്. ആരാണവർ? ഇന്നമൽ മുഅ്മിനൂന, വിശ്വാസികൾ എന്ന് പറയുന്നത് ഇവർ മാത്രമാണ്. അല്ലദീന, അവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി ആമനൂ ബില്ലാഹ്, അവർ അല്ലാഹുവിൽ വിശ്വസിക്കും. വറസൂലിഹി, അല്ലാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിക്കും. സുമ്മ ലം യർതാബു, പിന്നീട് അവർക്കൊരു സംശയവുമില്ല. പടച്ചനാഥനുണ്ടോ? മരണാനന്തരം ഒരു ലോകമുണ്ടോ? വീണ്ടും നമ്മെ പുനർസൃഷ്ടിക്കുമോ? ഞാനിവിടെ റമദാനിൽ അനുഷ്ഠിക്കുന്ന എൻ്റെ നോമ്പും എൻ്റെ നമസ്കാരവും എൻ്റെ ദാനധർമ്മങ്ങളുമൊക്കെ പരലോകമെന്ന് പറയുന്നൊരു ലോകമുണ്ടോ എന്നതിനെ കുറിച്ച് അവർക്ക് സംശയമില്ല. സുമ്മലം യർതാബു, അവർക്ക് യാതൊരു സംശയവുമില്ല. വെറുതെ നാം നമസ്കാരവും ഇബാദത്തുകളും ആരാധനകളുമായി കഴിഞ്ഞാൽ പോരാ പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ചുള്ള ഒരു യഖീൻ, അതിനെക്കുറിച്ചുള്ള ദൃഢമായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. 10-60 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഊഹാപോഹങ്ങളുമായി പരലോകമുണ്ടാകാം, സ്വർഗമുണ്ടാകാം, അങ്ങനെ നിഗമനങ്ങളിലാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ മരണം അയാളുടെ മുന്നിലേക്ക് വരുമ്പോൾ സംശയങ്ങളോടുകൂടി ജീവിച്ച ഒരു മനുഷ്യൻ ഭയവിഹ്വലതകളിൽ അവസാനം ഈമാൻ നഷ്ടപ്പെട്ടു പോയുന്ന
ഈമാൻ പതറിപ്പോകുന്ന ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോ എല്ലാം ഒരു വൃന്ദാവിലായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ പ്രഭാതത്തിലും അവിടുത്തെ കരങ്ങൾ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് റസൂല് പറയും. എന്താണ് പറയുന്നത്? റളീതു ബില്ലാഹി റബ്ബ, എൻ്റെ റബ്ബ് പടച്ച റബ്ബാണ് എന്നും എൻ്റെ റബ്ബ് അള്ളാഹുവാണെന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാം എൻ്റെ മതമാണ്. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഒരു യഖീൻ ഉണ്ടാകണം, ഒരു ദൃഢമായ ബോധ്യമുണ്ടാകണം. കാനഡയിൽ ജീവിച്ചിരുന്ന ഒരു ഇന്ത്യക്കാരനായ ഒരു മനുഷ്യൻ 31-ാമത്തെ വയസ്സിൽ അയാൾ ഇല്ലാത്ത ഒരു കുറ്റത്തിന്റെ പേരിൽ, ഒരു കൊലപാതകത്തിന്റെ പേര് പറഞ്ഞ് കാനഡയിലെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. 30 വർഷക്കാലം അയാൾ ജയിലിലായിരുന്നു. അവസാനം അയാൾ കുറ്റവാളിയല്ല എന്ന രൂപത്തിലേക്ക് വിധി പറഞ്ഞു. എന്നിട്ടും അയാൾക്ക് ജയിൽ മോചിതമാകാമെന്ന് പ്രതീക്ഷിച്ച് മുൻപോട്ട് പോകുന്നതിനിടയിൽ 35 വർഷക്കാലം അയാൾ ആ ജയിലിൽ കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോവുകയാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, 10-60 വർഷക്കാലം ഈ ഭൂമിയിൽ ഇവിടെ ജീവിച്ചിട്ട് ഇവിടുത്തെ ഭക്ഷണവും വെള്ളവും വായുവും ഒക്കെ നാം ശ്വസിച്ചിട്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ മരണപ്പെട്ടു പോകേണ്ടവരല്ല സഹോദരങ്ങളെ. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും പരലോക ചിന്തയും അതൊരു ഹിദായത്താണ്. അത് റബ്ബ് നമുക്ക് നൽകുന്ന ജീവിതത്തിലെ മറ്റെല്ലാ വിഭവങ്ങളെക്കാളും ഏറ്റവും വലിയൊരു വിഭവം എന്ന് പറയുന്ന, ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചും മരണാനന്തര ലോകത്തെക്കുറിച്ചുമുള്ള ഒരു ദൃഢമായ ബോധ്യമാണ്, യഖീനാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ദൃഢമായ ബോധ്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ ഉപമയെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഒരു വൃക്ഷം അതിന്റെ വേരുകൾ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. അതൊരു കാറ്റത്തും മഴയത്തും ചരിഞ്ഞും ചാഞ്ഞും ഒടിഞ്ഞും തകർന്നും പോവുകയില്ല. ഒരു ദൃഢമായ ആ വൃക്ഷം ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ ഒരു മുഅ്മിൻ, ഒരു മുവഹ്ഹിദ്, ഒരു യഖീനുള്ള മനുഷ്യൻ അങ്ങനെയാണ് നിലകൊള്ളുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, അലം തറ കൈഫ്, നിങ്ങൾ കാണുന്നില്ലേ? അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമത്തുൻ തയ്യിബ, പരിശുദ്ധമായ ഈ വാക്യത്തിന്റെ ഉപമ, ഉദാഹരണം എപ്രകാരമെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അഥവാ ഈ വാക്യം ഉൾക്കൊണ്ട് വിശ്വസിച്ച ഒരു മുഅ്മിനിന്റെ ഉദാഹരണം എങ്ങനെയാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? കശജറത്തിൻ ത്വയ്യിബ, അതൊരു പരിശുദ്ധ വൃക്ഷം പോലെയാണ്. ആ ഒരു മുഅ്മിനിന്റെ ഉദാഹരണം അല്ലാഹു പറഞ്ഞത് കശജറത്തിൻ ത്വയ്യിബ, പരിശുദ്ധമായ ഒരു വൃക്ഷം പോലെയാണ്. അസ്ലുഹാ സാബിതുൻ, അതിന്റെ വേരുകൾ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. ആ വൃക്ഷം ചാഞ്ഞും ചരിഞ്ഞും കാറ്റത്തും മഴയത്തും ഒടിഞ്ഞും തളർന്നും തകർന്നും പോകാതെ ഒരു മുഅ്മിൻ, ഒരു ദൃഢമായ ബോധ്യമുള്ള ഒരു മുഅ്മിൻ പരീക്ഷണങ്ങളിൽ പതറി പോകാതെ, പരീക്ഷണങ്ങളിൽ തളർന്നു പോകാതെ അവൻ യഖീനായി എവിടെയും എൻ്റെ റബ്ബുണ്ട്, എൻ്റെ പടച്ചവൻ എൻ്റെ കൂടെയുണ്ട് എന്ന ആ ബോധ്യത്തോടെ, ആ യഖീനായി കൊണ്ട് അവൻ നിലകൊള്ളും. അല്ലാഹു പറയുകയാണ്, കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ, അതിന്റെ വേരുകൾ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അത് ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വൃക്ഷം പോലെയാണ്. വഫറഉഹാ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങൾ ആകാശത്തോളം മുട്ടപ്പെട്ടിട്ടുണ്ട്. അഥവാ അവന്റെ ഹൃദയം ആകാശത്തിന്റെ നാഥനായ റബ്ബുമായി കണക്ഷനിലാണ്. ഈ കണക്ഷൻ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളിയാഴ്ച ദിവസം, ജുമാ ദിവസം നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. 5 നേരത്തെ നമസ്കാരങ്ങളിൽ നാം ഒരുമിച്ച് കൂടുന്നത് റബ്ബുമായിട്ടുള്ള ഈ കണക്ഷൻ മുറിഞ്ഞു പോകാതിരിക്കാനാണ്. പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥ സത്യവിശ്വാസി, ഒരു ദൃഢമായ ബോധ്യമുള്ള ഒരു സത്യവിശ്വാസിയെ അല്ലാഹു ഉപമിച്ചിരിക്കുന്നത് അസ്ലുഹാ സാബിതുൻ, അതിന്റെ വേരുകൾ, ആ വേരുകൾ ഭൂമിയിലേക്ക്, ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഉറച്ചു നിൽക്കുന്ന ഒരു ജഡവൃക്ഷത്തെ പോലെ. അതിന്റെ ഉദാഹരണം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, രോഗങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോ മനുഷ്യൻ വല്ലാതെ പതറിപ്പോകും.
രാവിലെ എഴുന്നേറ്റ് ശരീരത്തിനൊരു തളർച്ചയും ഒരു ക്ഷീണവും ഒരു ശ്വാസതടസ്സവും അനുഭവപ്പെട്ടാൽ തൊട്ടടുത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി ഒരു ഡോക്ടറെ കാണുമ്പോൾ ശാരീരികമായി ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മുടെ ജീവിതമാകെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. എന്നാൽ ഈ ദൃഢമായ യഖീനുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ തളർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവന് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളെയും അതിജീവിക്കുവാനുള്ള ആ വിശ്വാസം അയാൾക്കുണ്ടാകും. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റുവാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ തൂക്കുമരത്തിലേക്ക് കൊണ്ടുവന്ന് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ നിർത്തുന്ന സാഹചര്യത്തിൽ ഹുബൈബിനോട് ചോദിച്ചു, ഹുബൈബേ, നിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നിന്റെ നേതാവ് മുഹമ്മദിനെ ഞങ്ങൾ കൊണ്ടുവന്ന് തൂക്കിലേറ്റാം. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖഭാവം മാറി. ആ മുഖം ദേഷ്യഭാവത്തിൽ ആ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പ്രവാചകന്റെ ശരീരത്ത് ഒരു മുള്ള് തറക്കുന്നത് പോലും ഞങ്ങൾക്ക് ചിന്തിക്കാനാകില്ല. അതുകൊണ്ട് എന്നെ തൂക്കിലേറ്റാം. ആ തൂക്കിലേറ്റുന്ന സമയത്തും സഈദ് ഇബ്നു ആമിർ പിൽക്കാലത്ത് വിശ്വാസിയായ മനുഷ്യൻ അത്ഭുതം കൊള്ളുകയാണ്. തൂക്കുമരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലും മരണത്തെക്കുറിച്ചുള്ള ഭയസങ്കോചമില്ലാതെ ആ തൂക്കുമരത്തിൽ പ്രവാചകനോടൊപ്പം 6-7 മാസം വിശ്വാസിയായി അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് ആ യഖീനാണ്. പ്രിയമുള്ളവരെ, ആ ദൃഢമായ ബോധ്യമാണ് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ആ കഴുകുമരത്തിൽ ആണികൊണ്ട് തറക്കുമ്പോഴും ആ വിശ്വാസത്തിൽ ഒരിഞ്ചു പോലും പിറകിലോട്ട് മാറാതെ ദൃഢമായി നിന്നത് അവരുടെ വിശ്വാസം ഒരു യഖീനായതുകൊണ്ടാണ്. അതുപോലെ തന്നെ വയനാട് ചുരൽമലയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി. വീട് നഷ്ടപ്പെട്ടു, ഭാര്യയും മക്കളുമൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു സഹോദരൻ അവസാനം അൽഹംദുലില്ലാ എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും അയാളുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ, എന്നെ നീ പരീക്ഷിക്കുന്നത് എന്തിനാണ് റബ്ബേ എന്നല്ല അയാൾ ചോദിച്ചത്. അയാളുടെ വിശ്വാസത്തിന്റെ ആ യഖീനാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ പോലും തളർന്നു പോകുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ യഖീനില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിച്ചത്, വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ, ഒരു മനുഷ്യൻ അല്ലാഹുവിന് അയാളുടെ മുഖം സമർപ്പിച്ചുകൊണ്ട്, അയാളുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും റബ്ബിനവൻ കീഴൊതുക്കുകയാണെങ്കിൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, ഒരു ദൃഢമായ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, ഒരിക്കലും തകർന്നു പോകാത്ത ഉറപ്പുള്ള ഒരു കയറിലാണ് അയാൾ പിടിച്ചിരിക്കുന്നത്. ചാലിയാറിന്റെ തീരത്ത് മനുഷ്യൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളും ശവങ്ങളും ശക്തമായ ആ ചാലിയാറിന്റെ തീരത്തൊഴുകുമ്പോഴും എന്തെങ്കിലും ഒരു പിടിക്കയറ് കിട്ടിയാൽ അതിൽ പിടിച്ച് രക്ഷപ്പെടാമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആ രൂപത്തിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാലും അവൻ ഇസ്ലാമാകുന്ന പാശത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അയാൾ പിടിച്ചിരിക്കുന്ന പിടിക്കയറ് ദൃഢമായ ഒരു കയറാണ്. ആ ഒരു ബോധ്യമാണ് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ സംശയങ്ങളോടെ ഈമാനിൽ ചാഞ്ചാടിക്കൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമസലു കലിമത്തിൻ ഖബീസ, മോശമായ ഒരു വാക്യത്തിന്റെ ഉപമ കശജറത്തിൻ ഖബീസ, ഒരു ദുഷിച്ച വൃക്ഷത്തെ പോലെയാണ്. എന്താണ് ആ വൃക്ഷത്തിന്റെ പ്രത്യേകത? ഭൂമിയുടെ പ്രതലത്തിൽ അതൊരു ഉറപ്പില്ലാതെ, അതിൽ യാതൊരു ഉറപ്പുമില്ലാതെ ഏതെങ്കിലും കാറ്റത്തും മഴയത്തും ആ വൃക്ഷം ചാഞ്ഞും മറിഞ്ഞും താഴേക്ക് തളർന്നു